BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ശക്തമായ കാറ്റിലും മഴയിലും ടാർപോളിൻ ഷീറ്റ് പറന്ന് കൊച്ചി മെട്രോ റെയിൽ ട്രാക്കിൽ വീണു. ഇതേ തുടർന്ന് കുറച്ചു നേരത്തേക്ക് മെട്രോ സർവീസ് തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9:57 എറണാകുളം സൗത്ത് കടവന്ത്ര സ്റ്റേഷനുകൾക്കിടയിലെ ട്രാക്കിലാണ് കറുത്ത ഷീറ്റ് പറന്നു വീണത്. വിവരമറിഞ്ഞുടൻ മെട്രോ ലൈനിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു. തുടർന്ന് ഓപ്പറേഷൻസ് വിഭാഗം ട്രാക്കിൽ നിന്ന് ഇതെടുത്തു മാറ്റി. 4 മണിക്കൂറാണ് സർവീസ് നിർത്തിവെച്ചത്. 10:13 സർവീസ് പുനരാരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് എല്ലാ ട്രെയിനുകളും 15 മിനിറ്റ് വൈകിയാണ് ഓടിയത്. എവിടെ നിന്നാണ് ടാർപോളിൻ ഷീറ്റ് പറന്നു വന്നതെന്ന് വ്യക്തമല്ല. വൈദ്യുതി പോസ്റ്റുകളില്ലാതെ കടന്നു പോകുന്ന വൈദ്യുതി കേബിൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഇടവനക്കാട് പഞ്ചായത്തിലെ വാർഡ് 13-ലെ 8 കുടുംബങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത്. ടൌട്ടെ ചുഴലിക്കാറ്റിൽ പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തിയത് മുതൽ തുടങ്ങിയതാണ് 200ഓളം കുടുംബങ്ങളുടെ ദുരിതം. 3.5 വർഷമായി 400 മീറ്ററിലധികം നീളത്തിൽ തെങ്ങിൽ ചേർത്ത് കെട്ടിയ സർവീസ് വയറിലൂടെയാണ് 8 കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിക്കുന്നത്. വലിയ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഭീതിയോടെയാണ് ഇവിടത്തുകാർ കഴിയുന്നത്. പോസ്റ്റുകൾ ഒടിഞ്ഞതിനാൽ വഴിവിളക്കുമില്ല. നിരവധി തവണ KCBയിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ഉടനെ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ പോസ്റ്റുകളും വഴിവിളക്കുകളും പുനഃസ്ഥാപിച്ചിട്ടില്ല. കാറ്റിൽ കെട്ട് പൊട്ടി വീഴുമ്പോൾ നാട്ടുകാർ തന്നെയാണ് പലപ്പോഴും വീണ്ടും കെട്ടി നിർത്തുന്നത്. വിളിച്ചാലും ലൈൻമാൻമാർ വരാൻ കൂട്ടാക്കാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രദേശം സന്ദർശിച്ച MLA, പ്രതിപക്ഷ നേതാവ് മന്ത്രി പി രാജീവ് എന്നിവരോടെല്ലാം ഇക്കാര്യം ബോധിപ്പിച്ചിരുന്നു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതിലും വിഷയം കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിലും പ്രതിഷേധിച്ച കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ചെയർപേഴ്സൺ സീമ കണ്ണനെ ഉപരോധിച്ചു. ഉപരോധത്തിനിടെ വനിതാ കൗൺസിലർമാരും ചെയർപേഴ്സണും തമ്മിൽ പിടിവലിയുണ്ടാവുകയും ഭരണകക്ഷി അംഗം ജെസി പീറ്റർ താഴെ വീഴുകയും ചെയ്തു. കൗൺസിൽ തുടങ്ങി അജണ്ട വായിക്കാൻ തുടങ്ങുന്നതിനിടെ പ്രതിപക്ഷം എതിർപ്പുമായി എഴുന്നേറ്റു. ഡെങ്കിപ്പനി വ്യാപകമായിരിക്കെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൗൺസിൽ വിളിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യോഗം വിളിച്ചുകൂട്ടുകയോ വിളിച്ചു ചേർത്ത കൗൺസിൽ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തുക പോലും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റത്. പിന്നാലെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനിടെ അധ്യക്ഷയുടെ മൈക്കും ഓഫാക്കി. അതോടെ അധ്യക്ഷ ഡയസിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചതോടെ പ്രതിപക്ഷ വനിതാ കൗൺസിലർമാർ തടഞ്ഞു. അത് പിടിവലിയിൽ അവസാനിക്കുകയായിരുന്നു. മുതിർന്ന കൗൺസിലർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കിയതോടെ ഉപരോധത്തിൽ നിന്ന് വനിതാ കൗൺസിലർമാർ പിന്മാറി. അതോടെ അധ്യക്ഷ ഇറങ്ങിപ്പോയി. സംഭവത്തിൽ അധ്യക്ഷ സീമ കണ്ണൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കൗൺസിൽ നടപടിക്രമങ്ങൾ മുമ്പ് കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും മൈക്ക് തട്ടിപ്പറിച്ച് ഓഫ് ചെയ്യുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ പട്ടികജാതി അതിക്രമത്തിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മൂവാറ്റുപുഴയാറിലേക്ക് വെള്ളമെത്തുന്ന തൊടുപുഴ, കാളിയാർ, കോതമംഗലം പുഴകളിൽ നീരൊഴുക്ക് ശക്തമായി. മഴ തുടർന്നാൽ ബുധനാഴ്ച രാവിലെയോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. ശക്തമായ മഴയെ തുടർന്ന് മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളും തുറന്നുവിട്ടതോടെ മൂവാറ്റുപുഴയാറ്റിൽ വെള്ള മുന്നറിയിപ്പ് ലെവലും കടന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മിനി സിവിൽ സ്റ്റേഷൻ കൺട്രോൾ റൂം ആരംഭിച്ചു. നഗരസഭയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. മലങ്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ തിങ്കളാഴ്ച തന്നെ 6 ഷട്ടറുകളിൽ 5 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 1 ഷട്ടർ 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ 7-ന് തൊടുപുഴയാറിൽ ജലനിരപ്പ് അപകട നിരപ്പ് കഴിഞ്ഞ് 12 അടിയോളമായി ഉയർന്നു. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് 11.75 അടിയായി ജലനിരപ്പ് ഉയർന്നു. മൂവാറ്റുപുഴ നഗരവും സമീപ പ്രദേശങ്ങളും ഇതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്.
ത്രിവേണി സംഗമത്തിലെ പുഴയോര നടപ്പാതയടക്കം വെള്ളത്തിനടിയിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. ഇതേ തുടർന്ന് ലഭിച്ച മുന്നറിയിപ്പുകളെ തുടർന്ന് ഉച്ചയോടെ ഡാമിലെ ഷട്ടറുകൾ 40 സെന്റിമീറ്റർ താഴ്ത്തി വെള്ളം തുറന്നുവിടുന്നതിന്റെ അളവ് കുറച്ചു. എങ്കിലും മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്നില്ല. രാവിലെ പെയ്ത അതിശക്തമായ മഴയ്ക്ക് ശേഷം പ്രദേശത്ത് മഴ കുറഞ്ഞതോടെയാണ് ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞത്. പുഴ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ശക്തമായ മഴ പെയ്താൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അടിയിലാകും. അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതി എറണാകുളം ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ അവലക്കുന്ന് സ്വദേശിയായ രാജേഷ് ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പെട്രോളിങ്ങിനിടെ കുരിശുപള്ളി റോഡിൽ മോഷണ മുതലുമായി നാട്ടുകാർ ഒരാളെ തടഞ്ഞുവെച്ചതറിഞ്ഞിട്ടാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ പക്കൽ നിന്നും പുരാവസ്തുക്കളും ടാപ്പ്, ഫാൻ തുടങ്ങിയ സാധനങ്ങളും കണ്ടെടുത്തു. പ്രതിക്കെതിരെ തോപ്പുംപടി, പറവൂർ സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ നിലവിലുണ്ട്. കോടതി റിമാൻഡ് ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.